ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാഞ്ചസ്റ്റർ ക്രിസ്മസ് മാർക്കറ്റാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് അധിക ദൂരമൊന്നുമില്ല, എന്നാലും ബസ് എടുക്കുന്നതാണ് എപ്പോഴും സിറ്റി സെൻറ്ററിലോട്ട് പോകുമ്പോൾ വളരെ നല്ലൊരു കാര്യം. അതുകൊണ്ട് നമ്മൾ ഒരു വൈകുന്നേരം 4-4:30 ആയപ്പോഴാണ് അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പം വർക്കിംഗ് ഡേയിൽ വൈകുന്നേരം നല്ല റഷായിരിക്കും. പക്ഷേ ഇവിടെ ഈ ബസ് ലൈനൊക്കെ സെപ്പറേറ്റ് ഉള്ളതുകൊണ്ട് ബസ്സുകൾ വലുതായിട്ട് അങ്ങനെ ഡിലേ ആവാറില്ല. സോ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് സിറ്റി സെൻറ്ററിൽ പോകാൻ ബസ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി താഴോട്ട് പോവാണ്. പിന്നെ ഇതിപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ വൈകിട്ട് 3:30-3:45 ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു അവസ്ഥയാണ്. വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് സൺലൈറ്റ് കിട്ടുന്നതൊക്കെ വളരെ കുറവാണ്. എന്തായാലും ഞങ്ങൾ ആ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നമ്മൾ അവിടെ നിന്നൊരു 3-4 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ടെത്തും. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇത് മെയിൻ റോഡാണ് കേട്ടോ. ഇത് നമ്മളിപ്പം സോൾഫഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ പഠിക്കുന്ന ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും. ഈ ഒരു സോൾഫഡ് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് ആ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റോപ്പ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി സെൻറ്ററിലോട്ടുള്ള ബസ് കിട്ടും. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇത് നേരെ പിക്കഡിലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിറ്റി സെൻറ്ററിലോട്ടാണ് ഈ ഒരു ബസ് പോകുന്നത്. പക്ഷേ അതിന് മുന്നേ സെൻറ്റ് പീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ശരിക്കും ഇവിടുന്ന് പോകുമ്പം സെൻറ്റ് പീറ്റർ സ്ക്വയറിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ക്രിസ്മസ് മാർക്കറ്റും നടന്ന് തന്നെ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈസി വേ അതാണ്. അപ്പം നമ്മൾ അങ്ങനെയാണ് ഇന്ന് പോകുന്നത്. വീഡിയോ ഞാൻ ഫാസ്റ്റ് ആക്കിയത് കൊണ്ടാണ് കേട്ടോ. ഇവിടുത്തെ വണ്ടികൾ എല്ലായിടത്തും നിർത്തി ഭയങ്കര ക്ഷമയുള്ള ആൾക്കാരും ക്ഷമയുള്ള ഡ്രൈവർമാരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ 100 മീറ്റർ കഴിയുമ്പോഴും സ്റ്റോപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഫാസ്റ്റ് ആക്കിയതാണ്. ബസ് വളരെ സ്ലോ ആണ് എപ്പോഴും. അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റിൽ ഈ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് പീറ്റർ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം വൈകുന്നേരം സമയം കൂടെയാണ്. യൂഷ്വലി കാണുന്ന അത്ര തിരക്കൊന്നും ഈ ഒരു ദിവസം എന്തുകൊണ്ടോ ഇല്ലായിരുന്നു. സാധാരണ ചില ട്രാമിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറി ജസ്റ്റ് ഇരുന്ന് അടയ്ക്കുകയോ അല്ല ഇങ്ങനെ ഞെങ്ങിയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ ആ ട്രാമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ കാണാം. എന്നാലും അത്ര തിരക്കില്ല. ഇത് തിരക്കില്ലാത്തൊരു പോക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റ് പീറ്റർ സ്ക്വയറിൽ അധികം സ്റ്റോൾസും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ കുറച്ച് ലൈറ്റിങ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു വലിയൊരു ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ബാക്കിയുള്ള ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോകാം. മഴയില്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു സമയത്ത് ആകാശത്തിന് നല്ല ഭംഗിയാണ്. അതിൻ്റെ കൂടെ മരങ്ങളിലെ ഈ ഇലയൊക്കെ പൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ മരങ്ങളും ആ ആകാശവും കൂടെ എന്തോ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനും കൂടെയാണ്. സെൻറ്റ് പീറ്റർ സ്ക്വയറിലെ മെയിൻ ഒരു അട്രാക്ഷൻ ഈ കാണുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ തന്നെയാണ്. എല്ലാ വർഷവും ഇങ്ങനെ ഈ ഒരു എന്താ പറയുന്നത് ക്രിസ്മസ് അപ്പൂപ്പൻ കാണും. ഈ ഒരെണ്ണം അല്ല കേട്ടോ, ഓരോ വർഷവും ശരിക്കും ഓരോ ഡിസൈനും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എപ്പോഴും അവർ ചെയ്യാറുണ്ട്. ഇത്തവണ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ മേളിലായിരുന്നു ക്രിസ്മസ് അപ്പൂപ്പൻ. അപ്പം അത് നല്ല ഭംഗിയാണ്. ശരിക്കും ഇതിൽ നല്ല വലുപ്പമുണ്ട്. പുറകിൽ നിങ്ങൾ കാണുന്നത് ഇവിടെ ഒരു ലൈബ്രറിയാണ്. ഈ ഒരു ലൈബ്രറി
നല്ല വലിയ ലൈബ്രറിയാണ്. അപ്പോൾ ആ ഒരു ഹൈറ്റിലാണ് ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പനാണ്. പിന്നെ ഈ കാണുന്ന ലൈബ്രറിയുടെ സൈഡിൽ കൂടെയുള്ള ഒരു ചെറിയൊരു വഴിയുണ്ട്. ഈ വഴി ത്രൂ നമുക്ക് അടുത്ത ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോകാൻ പറ്റും. ഇവിടെ ഉണ്ടല്ലോ ഒരുപാടടുത്ത് ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട് മാഞ്ചസ്റ്റർ തന്നെ. ആൽബർട്ട് സ്ക്വയർ, സെൻറ്റ് ആൻ സ്ക്വയർ, കിങ് സ്ട്രീറ്റ്, എക്സ്ചേഞ്ച് സ്ട്രീറ്റ്, ന്യൂ കത്തീഡ്രൽ സ്ട്രീറ്റ്, എക്സ്ചേഞ്ച് സ്ക്വയർ, കോൺ എക്സ്ചേഞ്ച്, മാർക്കറ്റ് സ്ട്രീറ്റ്, പിക്കഡിലി ഗാർഡൻസ്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. സോ ഇതിനകത്ത് എല്ലാം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ രാത്രി ആയതുകൊണ്ട് തന്നെ എവിടെ എങ്ങനെയെന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഓരോന്നിൻ്റെയും പേരൊന്നും കൊടുക്കുന്നില്ല. ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ ഇരിക്കും. പിന്നെ ഓരോ സ്റ്റോളുകളാണ് നമുക്ക് ലോകത്തിൻ്റെ എല്ലാ അറ്റത്തു നിന്നും അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഫുഡ്, അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് സമയം. ഒരു സൈഡിൽ സാധനങ്ങൾ വിൽക്കുക എന്ന് വെച്ചാൽ പലതരത്തിലുള്ള സുവിനേഴ്സ്, അതേപോലെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ചോക്ലേറ്റ്സ് ഉണ്ട്, ഫഡ്ജ് ഉണ്ട്, പിന്നെ വെറൈറ്റി ഫുഡുണ്ട്, അതേപോലെ തന്നെ ഈ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോട്ട് ചെയ്ത ഒരു സംഭവം എന്താണെന്നറിയോ, ഇപ്പം ഒരു കോഫി, ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തെന്നിരിക്കട്ടെ, അവർ ഒരു ഗ്ലാസ്സാണ് നമുക്ക് തരുന്നത്. ഒരു കപ്പാണ്, ഗ്ലാസിൻ്റെ ഒരു കപ്പാണ്. അതിനും അവർ ചാർജ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുടിച്ചിട്ട് ആ കപ്പ് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കപ്പിൻ്റെ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യും. അങ്ങനെയാണ്. കാരണം ഇത്രയും തിരക്കുള്ള സമയത്ത് ചിലപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വേറെ നടന്നിട്ടൊക്കെ കാപ്പി കുടിക്കാനൊക്കെ ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ഈ ഡിസ്പോസിബിളായിട്ടുള്ള കപ്സ് അങ്ങനെ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ സമയത്ത് ക്രിസ്മസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റീവ് കൈൻഡ് ഓഫ് കപ്സൊക്കെ കുറേ സെല്ല് ചെയ്യാൻ പറ്റിയ സമയം കൊണ്ടാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 8-9 പൗണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ അത് ഈ കപ്പിൻ്റെയും കൂടെ ചാർജ് ആയിരിക്കും. അപ്പം അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ജയൻറ്റ് വീലിൽ കയറാമെന്ന് ഡിസൈഡ് ചെയ്തു. ഒരാൾക്ക് 9.5 പൗണ്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1200 രൂപ വരും ഈ ഒരു ജയൻറ്റ് വീലിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതാണ് അടുത്ത പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് നടക്കുമ്പം ഒരു പുള്ളി ഞങ്ങളുടെ ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എന്നിട്ടൊരു നമ്പർ തന്നു, ഒരു ടോക്കൺ പോലെ. എന്നിട്ട് നമുക്കത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രിൻ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കീ ചെയിൻ വേണമെങ്കിൽ, മാഗ്നറ്റ് വേണമെങ്കിൽ, അങ്ങനെ നമ്മൾ ഈ എക്സിറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു സ്റ്റോളുണ്ട്, അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല.
ഇപ്പുറത്തും എണ്ണിട്ട് അപ്പുറത്തും എനിക്ക് ബാലൻസിനകത്ത് പ്രശ്നമൊന്നും വരുന്നില്ല. ഇതിൻ്റെ മേളിലോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. താഴോട്ട് നോക്കാനായിട്ട് നല്ല രസമാണ്. ആ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഭംഗി ശരിക്കും മൊത്തത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻവീലിൽ കയറിയാൽ മതി. അത്രയും ഭംഗിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാത്രി എന്നുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു ഇരുട്ടി കഴിഞ്ഞിട്ട് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോകാനാണ് ഏറ്റവും ഭംഗി. കാരണം ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല നല്ല രസമാണ്. ആ ഒരു വൈബ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരൊറ്റ റൗണ്ടേ ഉള്ളൂ എന്നാണ്. പക്ഷേ 2 റൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഫോട്ടോ വേണമെന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ആ നമ്പർ ഇവർ സെർച്ച് ചെയ്തിട്ട് നമ്മളെ ഫോട്ടോ കാണിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് കൺഫ്യൂഷനിലായിരുന്നു. ഇനിയും പ്രിൻ്റ് എടുക്കണോ, കീ ചെയിനോ അല്ലെങ്കിൽ മാഗ്നറ്റോ എന്തെങ്കിലും വേണോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു മാഗ്നറ്റാണ് ചൂസ് ചെയ്തത് ആ ഫോട്ടോ വെച്ചിട്ട്. വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഒന്നാണ് ഈ ഒരു മാഞ്ചസ്റ്റർ ക്രിസ്മസ് മാർക്കറ്റ്. അതുപോലെ തന്നെ ഇത് നവംബർ 7-നാണ് ഇത്തവണ ഓപ്പൺ ചെയ്തത്. 22 ഡിസംബറിന് ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ ക്രിസ്മസിന് മുന്നേ തന്നെ ഇത് ക്ലോസ് ചെയ്യും. പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര ബിസിനസ്സാണ്. എല്ലാ തരത്തിലുള്ള ഫുഡായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. പക്ഷേ ഇത് ചീപ്പാണോ? അല്ല, ഇതൊട്ടും ചീപ്പല്ല. കാരണം ഇവിടെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നോർമലി ഒരു ഷോപ്പിൽ പോയി മേടിക്കുന്നതിനെക്കാട്ടിലും പ്രൈസ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹോട്ട് ചോക്ലേറ്റിന് പുറത്തൊരു 4 പൗണ്ട് ആവുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ ഒരു 9 പൗണ്ട് ആവും. പിന്നെ അതേപോലെ ചില കാര്യങ്ങളൊക്കെ ഒരു കഥയില്ലാത്ത കാര്യങ്ങൾ വിൽക്കുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും. ഈ മാഷ്മെലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ഫുള്ളുള്ള സാധനത്തിന് ഇവിടെ 1 പൗണ്ടിന് കിട്ടും. പക്ഷേങ്കിൽ ഇവർ അതെന്തോ ടോസ്റ്റ് ചെയ്ത് തരുന്നതിന് 5 പൗണ്ട്. അതിനകത്തൊരു 5 പീസേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ലാഭം നോക്കി നമുക്കിവിടെ പോകാനേ പറ്റില്ല. പിന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ ടോസ്റ്റഡ് മാഷ്മെല്ലോസാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. 3 പീസുകൾ മാത്രമേ ഉള്ളൂ. ആ 3 പീസിനാണ് 5 പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 500 സംതിങ് രൂപ വരും. ഇതേ സാധനം നമുക്ക് വലിയൊരു പാക്കറ്റ് പുറത്തൊരു കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ അതിന് 1-2 പൗണ്ട് ആവത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കത്തിക്കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ
നമ്മൾ അറിയാതെ സ്പെൻഡ് ചെയ്ത് പോവുകയും ചെയ്യും. കാരണം ഇവിടെ ആണെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ടും അല്ല എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും നല്ലൊരു അവസരം കൂടിയാണ് കേട്ടോ. അതിപ്പം ഈ ക്രിസ്മസ് മാർക്കറ്റ് മാത്രമല്ല, ഇവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു, കുറേ സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്, കുറേ കൂടെ സാധനങ്ങളിലൊക്കെ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം എല്ലായിടത്തും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ ബാർ തന്നെയാണ്. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് പലതരത്തിലുള്ള ഫഡ്ജുകൾ കാര്യങ്ങൾ, പിന്നെ അതുപോലെ ചോക്ലേറ്റ്സ്, ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശരിക്കും അടിപൊളിയാണ്. കൊള്ളാല്ലേ പക്ഷെ കണ്ടിട്ട് ആണ്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇനി ഞങ്ങൾ നേരെ അടുത്ത ഒരിടത്താണ് പോകുന്നത്. ഇത് റോയൽ എക്സ്ചേഞ്ച് മാർക്കറ്റ് സ്ട്രീറ്റ്, ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പം നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ഹോട്ടൽ ചോക്ലേറ്റിൻ്റെ ഒരു വലിയൊരു ഷോപ്പ് കണ്ടത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഹോട്ടൽ ചോക്ലേറ്റിൻ്റെ കഫേ കൂടെയാണ്. പിന്നെ ഇവിടെ അത്ര അടിപൊളിയാന്നുള്ള റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നേരത്തെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഇതൊന്ന് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒന്ന് കയറി. നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇനിയും എന്ത് വന്നു പോയാലും അത് ലിൻഡ് തന്നെയാണ്. ഇതിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ തീമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ ഇനിയും ഓരോ ഫെസ്റ്റീവ് സീസൺസ് അനുസരിച്ചിട്ട് ഇവരിതെല്ലാം മാറ്റും. പിന്നെ ഈസ്റ്റർ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ കടകൾക്കൊക്കെ എപ്പോഴും ഒരേ രീതിയിലായിരിക്കത്തില്ല കടകളൊക്കെ കാണാൻ പറ്റുന്നത്. എല്ലാ സീസൺസ് അനുസരിച്ചിട്ടും ഓരോ ചെറിയ ഫെസ്റ്റിവൽസ് അനുസരിച്ചിട്ടും ഒക്കെ ഇതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു തീം എപ്പോഴും ഭയങ്കര രസമാണ്. അങ്ങനെ മേ ബി ഇത്രയും തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഇവർ ബോറടിക്കാതെ അല്ലേ ഡിപ്രഷൻ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി കണ്ടെത്തുന്നൊരു മാർഗ്ഗമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏത് കടയിലായിക്കോട്ടെ, ഒരു കഫേയിലായിക്കോട്ടെ, റെസ്റ്റോറൻറ്റ്സിലായിക്കോട്ടെ, സീസൺസ് അനുസരിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം കാണും.
അങ്ങനെ അടുത്ത ക്രിസ്മസ് മാർക്കറ്റിലെത്തി. ഇത് സെൻറ്റ് ആൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ചില സ്ഥലങ്ങൾ പെട്ടെന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്. തപ്പി പിടിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജോലിയുടെ കാര്യത്തിനകത്താണെങ്കിലും ആദ്യമൊക്കെ നമ്മൾ പലപ്പോഴും ഞാൻ തന്നെ വരുന്ന സ്ഥലങ്ങൾ ഞാനിങ്ങനെ ഓർത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഈ സ്ഥലം എനിക്ക് അങ്ങനെ ഒട്ടും തെറ്റിപ്പോകാത്തൊരു സ്ഥലമാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെൻറ്റ് ആൻ സ്ക്വയറിലാണ്. ഇനി നിങ്ങൾ ഇവിടുത്തെ സൗണ്ടിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ സൗണ്ട് ഒന്ന് കേൾക്കണം. നമ്മുടെ തല പെരുക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് എല്ലായിടത്തും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബാറിലോട്ട് കയറുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏരിയയിൽ കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ തമ്മിൽ പറയുന്നത് പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഈ സ്വീറ്റ്സൊക്കെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ മാടി ഇങ്ങനെ വിളിക്കും. പക്ഷേങ്കിൽ അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യം കൂടെ നോക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ആശ്വസിക്കും. ഹെൽത്തും പിന്നെ പൈസയും രണ്ടും. കാരണം ഈ കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ ഒരു 1000 രൂപയെങ്കിലും ആവും. അപ്പം പൈസയും പോവും ആരോഗ്യം പോകും എന്നറിയുമ്പം ഇതൊക്കെ കണ്ട് അവിടെ നിർത്തും. അതിനകത്ത് അധികം ചില കാര്യങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാറില്ല. പക്ഷേ എന്നാലും വെറൈറ്റി എന്തെങ്കിലും കണ്ടാൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു വെറൈറ്റി സംഭവം കണ്ടു. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കുഞ്ഞു ടബിൽ നമുക്ക് അതിനകത്ത് മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാം. അപ്പോൾ ഈ സംഭവം മൊത്തത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇത് ഫുള്ള് ചോക്ലേറ്റ് ആണ്. ഒത്തിരി നേരം വെക്കാൻ പറ്റൂല. ഇനി നമ്മൾ അടുത്തൊരു ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇതിങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇത് ചോക്ലേറ്റും റമ്മും കൂടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ ആ ഒരു സാധനം നമ്മൾ മേടിച്ചു.
ഒരു വർക്കിംഗ് ഡേ ആയിട്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഒരു വീക്കെൻഡൊക്കെ ഈ ഭാഗത്തോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ല, അത്രയും വിഷയമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ദേ ഇങ്ങനെ ഒരു സ്പേസ് കണ്ടത്. ഇത് ഒരു ഫുഡ് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു മോള് പോലെയെന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു സംഭവമാണ്. അവിടെ ഇങ്ങനെ ലൈറ്റ്സ് ഇട്ടേക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മാർക്കറ്റ് സ്ട്രീറ്റ്. അപ്പോൾ ഈ മാർക്കറ്റ് സ്ട്രീറ്റിൽ നോർമലി ഭയങ്കരമായിട്ട് നല്ല ലൈറ്റ്സും കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇത്തവണ അത്രയൊന്നും നമ്മൾ കണ്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. സാധാരണ ഈ മരങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റ്സ് ഇടുകയും നല്ല ഭംഗിയാണ് ശരിക്കും. ഇതൊരു സിറ്റി സെൻറ്ററിന് തൊട്ടടുത്താണ്. ഇതെല്ലാം സിറ്റി സെൻറ്റർ തന്നെയാണ്. പക്ഷേ ഇതൊരു മെയിൻ ഏരിയ ആയിരുന്നു. മെയിൻ ഏരിയ ആണ് സ്റ്റിൽ. പക്ഷേ എന്തുകൊണ്ടോ ഇത്തവണ അത്ര വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും കണ്ടില്ല. അങ്ങനെ ഇത്തവണ മാർക്കറ്റ് സ്ട്രീറ്റ് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഫൈനലി പിക്കഡിലിയിൽ വന്നിരിക്കുകയാണ്. പിക്കഡിലിയിൽ ഈ ഒരു സംഭവമാണ് നമ്മൾ കഴിക്കാനായിട്ട് മേടിച്ചത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചുറ്റി നടന്ന് നോക്കി വേറെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോയെന്ന്. പക്ഷേ ഒന്നും അത്ര വേർത്തായിട്ടൊന്നും തോന്നിയില്ല. ഇത് എനിക്ക് കഴിഞ്ഞ വർഷം തന്നെ കഴിക്കാൻ ഒരാഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അത്ര രസമൊന്നും ഇല്ലായിരുന്നു. കുറേ ക്രീമും പിന്നെ കൊഞ്ചാണെന്ന് പറഞ്ഞിട്ട് ലോബ്സ്റ്ററും അങ്ങനത്തെ ഒരു ഇച്ചിരി തട്ടിപ്പ് പരിപാടിയായിരുന്നു. എന്നാലും ഒരാൾക്ക് 2 പേർക്കും കൂടെ 13-14 പൗണ്ട്സാണ് ആയത്. ഇപ്പോൾ ഈ കണ്ട കാര്യമാണ് നമ്മൾ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ഒന്ന് നടന്ന് നേരെ തിരിച്ച് ബസ് കയറാനായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പം നമ്മൾ ഈ വ്ളോഗിൽ മാഞ്ചസ്റ്ററിലെ എല്ലാ ക്രിസ്മസ് മാർക്കറ്റുകളും കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ശരിക്കും. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടു. ഈ കാണുന്നതാണ് ട്രാമിൻ്റെ സ്റ്റോപ്പും അതുപോലെ ബസ് സ്റ്റോപ്പും. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.